ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇന്ന് നമ്മൾ ഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫ്രാക്ഷനിൽ അഡീഷൻ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻ ആൻഡ് അഡീഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതും ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആയതുമാണ് ലൈക്ക് ഫ്രാക്ഷൻ. എന്നാൽ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററും ഡിഫറെൻ്റ് ആയിരിക്കും, ന്യൂമറേറ്ററും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നോക്കിയാലോ, എങ്ങനെയാണ് ലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക? ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും എന്താണ്? സെയിം ആണ്. 7 ആണ് ഡിനോമിനേറ്റർ. ഇനി ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യുക? ആഡ് ചെയ്യുമ്പം ഡിനോമിനേറ്റർ 7 എഴുതാം, എന്നിട്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. 3 + 1. 3 + 1 എത്രയാണ്? 4. 4/7 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് അൺലൈക്ക് ഫ്രാക്ഷൻ. അൺലൈക്ക് ഫ്രാക്ഷനിൽ ഏതാ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 2/4 + 3/5. 2/4 + 3/5 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, ന്യൂമറേറ്ററും ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. LCM ഓഫ് 4 and 5. 4 and 5, 4ൻ്റെയും 5ൻ്റെയും കൂടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 4 × 5 20 ഈസ് ദ LCM. 20 ആണ് ഇതിൻ്റെ LCM കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതണം? 2 × 4 × 5 ആണ് 20. ഡിനോമിനേറ്റർ നമ്മൾ എന്താക്കണം? 20 ആക്കണം. അപ്പോൾ 4 × 5 ഈസ് ദ 20. അതുകൊണ്ട് ന്യൂമറേറ്ററും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 3/5. 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും. അപ്പോൾ അതേ 4 കൊണ്ടും ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. 10/20 പ്ലസ് 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 12/20 എന്ന് വരും. നെക്സ്റ്റ് 10 + 12 എന്ന് പറയുന്നത് എത്രയാണ്? 22. 22/20 ഈസ് ദ ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.